ഹായ് ഹലോ, ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നൈറ്റ് കട്ട് ചെയ്യാൻ പേടിയുള്ളവരുണ്ടെങ്കിൽ വളരെ എളുപ്പത്തിൽ തന്നെ നിങ്ങൾക്ക് ഒട്ടും പേടിയില്ലാതെ നൈറ്റ് കട്ട് ചെയ്യുന്നത് എങ്ങനെയെന്ന് നോക്കാം കേട്ടോ. അപ്പോൾ അതിൻ്റെ വീഡിയോസാണ്, മുഴുവനായിട്ട് കാണുക, സ്കിപ്പ് ചെയ്യാതെ കാണാൻ. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഞാൻ നൈറ്റ് എങ്ങനെ കട്ട് ചെയ്യുന്നത് നോക്കാം. അപ്പോൾ നൈറ്റ് നമ്മൾ 4 തുണി നീളനെ മടക്കിയിട്ടിരിക്കുകയാണ്. അപ്പോൾ അടിവശം ഇതേപോലെ നമ്മൾ ലെങ്ത്ത് കറക്റ്റ് ചെയ്തിട്ട് ഇടുക കേട്ടോ. മാക്സിയുടെ നീളം നോക്കിയിട്ട് അതിനേക്കാളും 1 ഇഞ്ച് കൂടുതലാക്കിയിട്ട് നീളം മടക്കിയിട്ടിട്ട് ബാലൻസ് നമ്മൾ അങ്ങനെ ഇട്ട് കൊടുക്കുക. അപ്പോൾ അതാകുമ്പോൾ നമുക്ക് സ്ലീവ് കട്ട് ചെയ്യാനൊക്കെ എടുക്കാനായിട്ട് പറ്റും. ഇനി നമുക്ക് അത് മടക്കിയിട്ടിട്ട് അതിൻ്റെ മുകളിൽ നമ്മൾ കറക്റ്റ് നൈറ്റിയുടെ അളവ് മടക്കിയിട്ട് കൊടുക്കുക കേട്ടോ. സെൻറ്റർ മടക്കിയിട്ട് കൊടുത്തിട്ട് നമ്മൾ മാക്സിയുടെ കൈക്കുഴി ഭാഗം ഉണ്ടല്ലോ, ആ കൈക്കുഴി ഭാഗം കറക്റ്റ് ചെയ്തിട്ട് അവിടെ ഒരു മാർക്ക് കൊടുക്കുക കേട്ടോ. ഇതേപോലെ മാർക്ക് കൊടുക്കുകയാണ്. എന്നിട്ട് അതിൻ്റെ മുകളിലേക്ക് ഒരു 1/2 ഇഞ്ച് മുകളിലേക്കായിട്ടും മാർക്ക് ചെയ്ത് കൊടുക്കുക. കറക്റ്റ് അളവിൽ ഒരു മാർക്ക്, അതിൻ്റെ മുകളിലേക്ക് 1/2 ഇഞ്ച് മാർക്ക്. പിന്നെ നമ്മൾ അളവ് നൈറ്റിയുടെ കറക്റ്റ് അളവിന് നമുക്ക് ചെറുതായിട്ടൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് 1 ഇഞ്ച് തയ്യൽ തുമ്പിനായിട്ട് മാറ്റിയിടാം. നല്ല വണ്ണമുള്ളവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് സ്ലീവിന് ഈ സൈഡ് ഭാഗത്തു നിന്ന് മാത്രമേ കൈക്ക് കിട്ടുള്ളൂ. അപ്പോൾ 1/2 ഇഞ്ചാണെങ്കിലും നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ 1 ഇഞ്ച് ഷേപ്പ് വരെ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഹിപ്പിൻ്റെ ആ ഭാഗത്തു നിന്ന് നേരെ കറക്റ്റ് ചെയ്തിട്ട് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. പിന്നെ അവിടെ അളവൊന്നും വേണ്ട. അപ്പോൾ നമ്മൾ ആ 1 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് കറക്റ്റ് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇപ്പം നമ്മൾ കൈക്കുഴിയുടെ ഭാഗമാണ്, ഈ ഭാഗം മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി നേരെ ഹിപ്പ് വന്നു കഴിഞ്ഞാൽ നേരെ പുറത്തേക്ക് നമുക്ക് മാർക്ക് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. ഇനി നമുക്കിതിൻ്റെ കഴുത്ത്, നെക്ക് അത് മാർക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഇതിന് 3 ഇഞ്ചാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇത് സാധാരണ നമ്മൾ നോർമൽ തുണിയിലാണ് നെക്ക് അടിക്കുന്നത്. ക്യാൻവാസിലാണെങ്കിൽ നമ്മൾ കറക്റ്റ് അളവ് തന്നെ എടുക്കുക. കഴുത്തിന് തുണിയാണ് വെക്കുന്നത് എന്നുണ്ടെങ്കിൽ നമ്മളൊരു 1/4 ഇഞ്ചോ അല്ലെങ്കിൽ ഒരു പോയിൻ്റൊക്കെ ഒന്ന് കുറച്ച് കഴുത്തിൻ്റെ അളവ് മാർക്ക് ചെയ്ത് കൊടുക്കുക. പിന്നെ ഷോൾഡർ മാർക്ക് ചെയ്യുക, അതിനേക്കാൾ 1/2 ഇഞ്ച് കൂടുതലും മാർക്ക് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഷോൾഡറിൻ്റെ അളവ് എടുക്കുമ്പോൾ എപ്പോഴും നമ്മൾ 1/2 ഇഞ്ച് കൂടുതൽ ഇടണം. അത് നമുക്ക് തയ്യൽ തുമ്പ് കൊടുക്കാനായിട്ടാണ്. പിന്നെ കൈക്കുഴി ഇതേപോലെ നേരെ സ്ട്രൈറ്റ് ആയിട്ട് നമ്മൾ ടാപ്പ് പിടിച്ചിട്ട് ആ കൈക്കുഴി എവിടെയാണ് അവസാനിക്കുന്നത് അങ്ങോട്ട് ഇങ്ങനെ നേരെ വിരലുകൊണ്ട് ഇതേപോലെ ഒന്ന് വരച്ച് നോക്കുക. അപ്പോൾ നമുക്ക് 8 ഇഞ്ചാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ആ അളവ് മാക്സി മാറ്റിയിട്ട് ഇതേപോലെ ടാപ്പ് വെച്ച് നേരെ സ്ട്രൈറ്റ് ആയിട്ട് തന്നെ 8 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതേപോലെ 8 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതൊന്ന് നേരെ ഒരു സ്കെയിൽ വെച്ച് വരച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് ഷേപ്പ് മാത്രമാണ് നമ്മൾ അളവ് വെച്ച് വരക്കുന്നുള്ളൂ. ബാക്കി കഴുത്ത്, കൈക്കുഴിയൊക്കെ നമ്മൾ അളവെടുത്താണ് വരക്കുന്നത് കേട്ടോ. ഇനി നമുക്ക് അത് ഇതേപോലെ വരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിന് 2 ഇഞ്ച് കൈക്കുഴി ഒന്ന് കുഴിച്ച് വരച്ച് കൊടുക്കാം. അപ്പോൾ ടാപ്പ് വെച്ച് ഈ മൂല ഭാഗത്തു നിന്ന് 2 ഇഞ്ച് മാർക്ക് ചെയ്യുക. പിന്നെ ഈ നമ്മൾ 8 ഇഞ്ച് നേരെ വരച്ചിട്ടുണ്ടായിരുന്നല്ലോ, അതിൻ്റെ നേർപകുതി 4 ഇഞ്ചിൽ നിന്നും ഇതേപോലെ ഒന്ന് കുഴിച്ച് മാർക്ക് ചെയ്ത് കൊടുക്കുക കേട്ടോ. 4 ഇഞ്ച് ആ സെൻറ്റർ ഇങ്ങനെ ചിലവർക്ക് എവിടെ നിന്നാണ് കുഴിക്കാനായിട്ട് വരക്കേണ്ടതെന്നുള്ളൊരു സംശയമാണ്. അപ്പോൾ നമ്മൾ ആ അളവിൻ്റെ പകുതി എടുക്കുക. എന്നിട്ട് അവിടെ നിന്ന് അങ്ങോട്ട് കുഴിച്ച് വരച്ച് കൊടുക്കുക. പിന്നെ നമുക്ക് നെക്കിൻ്റെ ലെങ്ത്ത് നമ്മൾ മാർക്ക് ചെയ്തിട്ടുള്ളൂ, വിഡ്ത്താണ് നമ്മൾ മാർക്ക് ചെയ്തിട്ടുള്ളത്, ലെങ്ത്ത് മാർക്ക് ചെയ്തിട്ടില്ല. അപ്പോൾ അത് നോക്കുക, ഇവിടെ 5 ഇഞ്ചാണ് കിട്ടിയിട്ടുള്ളത്. പിന്നെ ബാക്ക് കഴുത്ത് നോക്കുക, ബാക്ക് കഴുത്ത് 3 ഇഞ്ചാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഫ്രണ്ട് കഴുത്തിൻ്റെ ഇറക്കം 5 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം. 3 ഇഞ്ചാണ് വീതി വരുന്നത്. ഞാനിപ്പോൾ 2.75 3 ഇഞ്ച് എടുത്തിട്ട് നമുക്ക് 1/4 ഇഞ്ച് കുറച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ ബാക്ക് കഴുത്ത് ഇതേപോലെ 3 ഇഞ്ച് കൊടുക്കുക. അത് നമുക്ക് ഫ്രണ്ടിൽ തന്നെ നേരെ വരച്ച് കൊടുക്കാം. ഇതുപോലെ കുഴിച്ച് വരച്ച് കൊടുക്കുക. അത് തുണി മറിച്ച് പിടിച്ച് വരയ്ക്കണ്ട, കട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിച്ചാൽ മതി. പിന്നെ നമുക്ക് ഇതിൻ്റെ കഴുത്ത് നമ്മൾ എങ്ങനത്തെ മോഡലാണോ ആ മോഡൽ നമുക്ക് വരച്ചെടുക്കാം. ഞാനിപ്പോൾ ചതുരക്കഴുത്താണ് വരയ്ക്കുന്നത്. അപ്പോൾ നമുക്ക് ആ മൂല ഭാഗത്തു നിന്നും 1/4 ഇഞ്ച് കുറച്ച് വേണം നമുക്ക് ചതുരക്കഴുത്താകുമ്പോൾ വരച്ചു കൊടുക്കാനായിട്ട്. അപ്പം മുകളിലേക്കൊന്നും കുറക്കണ്ട, ആ മൂലഭാഗത്ത് താഴ്വശത്ത് മാത്രം ഒന്ന് ചെറുതായി ഒന്ന് വരച്ചു കൊടുത്താൽ മതി കേട്ടോ. ഇനി നമുക്കിവിടെ സിബിനുള്ള മാർക്കാണ് 6 ഇഞ്ച് നേരെ മാർക്ക് ചെയ്യുന്നുണ്ട്. സിബിന് ഇപ്പോൾ തന്നെ ഓപ്പൺ ചെയ്യൂല, നമ്മൾ അടിക്കുന്ന സമയത്താണ്, കഴുത്തൊക്കെ അടിച്ച ശേഷമാണ് നമ്മൾ സിബിന് ഓപ്പൺ ചെയ്യുന്നത് കേട്ടോ. ഇപ്പോൾ നമ്മുടെ കൈക്കുഴിയും കഴുത്തും ഒക്കെ വരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഈ സൈഡിൽ നിന്ന് വേണം നമുക്ക് കൈക്ക് വെട്ടാനായിട്ട്. അപ്പോൾ നമുക്ക് നല്ല തടിയുള്ളവരും നീളമുള്ളവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് സ്ലീവ് ഇവിടുന്ന് കിട്ടാനായിട്ട് ബുദ്ധിമുട്ടാണ്. അപ്പോൾ നമുക്ക് സ്ലീവ് ജോയിൻ്റ് ചെയ്ത് തയ്ച്ചെടുക്കണം. അപ്പോൾ നമുക്കിപ്പോൾ കൈക്ക് വരക്കുന്നില്ല, ഫുള്ളായിട്ട് കട്ട് ചെയ്തതിന് ശേഷം കൈ വെട്ടിയെടുക്കാം കേട്ടോ. നമുക്ക് ജോയിൻ്റ് ചെയ്ത് തയ്ക്കാനുള്ളതാണ്. ഇപ്പോൾ നമ്മൾ അടിവശം വരെ എല്ലാം റെഡിയാക്കിയിട്ടുണ്ട്. ഇനി ആ താഴ്വശത്തൊന്നും കൂടി ജോയിൻ്റ് ചെയ്തിട്ട് വേണം നമുക്ക് സ്ലീവ് വെട്ടാനായിട്ട്. അപ്പോൾ നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ബാക്ക് കഴുത്ത് വെട്ടുമ്പോൾ നമുക്ക് രണ്ടും ഒരുമിച്ച് പിടിച്ച് തന്നെ ഇതേപോലെ ഒന്ന് ബാക്ക് കഴുത്ത് വെട്ടിയെടുക്കുക. ഫ്രണ്ട് വെട്ടുമ്പോൾ നമുക്ക് ഫ്രണ്ടിലത്തെ മാത്രം പൊക്കി പിടിച്ച് അടിയിലത്തേമ വെട്ടുകൊള്ളാതെ ഫ്രണ്ടിലത്തെ മാത്രം വെട്ടി
ആ 1/4 ഇഞ്ച് നമ്മൾ കുറച്ച് മാർക്ക് ചെയ്തിട്ടുണ്ടല്ലോ, അതിൽ നിന്നും വേണം വെട്ടാനായിട്ട്. മുകളിലേക്ക് കറക്റ്റ് അളവിൽ തന്നെ അങ്ങോട്ട് വെട്ടുക, എന്നിട്ട് അവിടെ നിന്ന് വെട്ടിയെടുക്കുക കേട്ടോ. അപ്പോൾ ബാക്ക് കഴുത്തിക്ക് ഫ്രണ്ട് വെട്ടുമ്പോൾ തട്ടരുത്. ഇനി നമുക്ക് കൈക്കുഴി ഇതേപോലെ വരച്ചെടുക്കാം. ആ കുഴിച്ച് വരച്ചിട്ടുണ്ടല്ലോ, ആ മാർക്കിലൂടെ തന്നെ കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് നൈറ്റി കട്ട് ചെയ്തെടുക്കാനായിട്ട് പറ്റും. തടിയിൽ നൈറ്റി വെട്ടുമ്പോഴാണ് നമുക്ക് ജോയിൻറ്റ് ചെയ്യേണ്ട ആവശ്യങ്ങൾ വരുന്നുള്ളൂ. തടിയില്ലാത്ത ആളുകളാണെങ്കിൽ വളരെ സിമ്പിളായിട്ട് തന്നെ എളുപ്പത്തിൽ തന്നെ നമുക്ക് നൈറ്റി കട്ട് ചെയ്തെടുക്കാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ നിങ്ങൾ അറിയാത്തവരുണ്ടെങ്കിൽ ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കേണ്ടി. എന്തായാലും നിങ്ങൾക്ക് നൈറ്റി കട്ട് ചെയ്യാനായിട്ട് പറ്റും. പേടിയുള്ളവരാണെങ്കിൽ എന്തായാലും ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കൂ കേട്ടോ. അപ്പോൾ നമ്മൾ നൈറ്റി ഷേപ്പൊക്കെ വെട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ ലെങ്ത്ത് നമ്മൾ ബാലൻസ് ഇട്ടിട്ടുണ്ട്, അതിൽ കൂടെ ഒന്ന് മാർക്ക് ചെയ്ത് വെട്ടി കൊടുക്കുക. ഇപ്പോൾ ഇനി ഈ ഭാഗത്തുനിന്ന് ഈ കഷ്ണം കൂടി കൂട്ടിയിട്ട് വേണം നമുക്ക് സ്ലീവ് കട്ട് ചെയ്തെടുക്കാനായിട്ട് കേട്ടോ. ഇനി നമുക്കിതിൻ്റെ ഷോൾഡർ ഒന്ന് ഓപ്പൺ ചെയ്ത് കൊടുക്കുക. ഷോൾഡർ പൊളിച്ച് ഇത് 2 പീസാക്കി എടുക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ നൈറ്റിയുടെ കട്ടിങ് കഴിഞ്ഞ് ഇത്ര പണിയുള്ള നൈറ്റി കട്ട് ചെയ്യാനായിട്ട്. ഇനി നമുക്ക് ഇത് മാറ്റിയിട്ട് സ്ലീവ് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. സ്ലീവ് തടിയുള്ള നൈറ്റി ആകുമ്പോൾ നമുക്ക് സ്ലീവ് കട്ട് ചെയ്തെടുക്കാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടാണ്. കാരണം നമുക്ക് നൈറ്റിക്ക് കറക്റ്റ് തുണിയേ ഉണ്ടാവുള്ളൂ, സൈഡ് പീസിൽ നിന്ന് മാത്രമേ നമുക്ക് സ്ലീവിന് കിട്ടുള്ളൂ. പിന്നെ നമ്മൾ റോൾ മെറ്റീരിയൽസൊക്കെ എടുക്കുമ്പോൾ നമുക്ക് കൂടുതൽ 3.5 ഇഞ്ച് ഒക്കെ നമുക്ക് മുറിച്ച് വാങ്ങുകയാണെങ്കിൽ നമുക്ക് സ്ലീവ് സിമ്പിളായിട്ട് കട്ട് ചെയ്യാം കേട്ടോ. നൈറ്റി ക്ലോത്തായിട്ട് നമ്മൾ എടുക്കുമ്പോൾ ഇതാണ് പ്രശ്നം, നമുക്ക് സൈഡ് മാത്രമേ നമുക്ക് പീസ് കിട്ടുള്ളൂ. ഇപ്പോൾ നമുക്ക് ഇത്രയും വീതി കുറവുണ്ട് നമ്മൾ സ്ലീവ് വെക്കുമ്പോൾ കേട്ടോ. അപ്പോൾ നമ്മൾ ബാക്കിലത്തെ നമ്മളെ തുണി ഉണ്ടല്ലോ, കട്ട് ചെയ്ത തുണി, അതിൻ്റെ അവിടെ നിന്ന് ഇങ്ങോട്ട് നമുക്ക് 4 ഇഞ്ച് കുറവുണ്ട് വീതിക്ക്. അപ്പോൾ നമുക്കിത് വെച്ച് നോക്കാം ടാപ്പ്. അപ്പോൾ 4 ഇഞ്ചിൻ്റെ കുറവുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് 4 ഇഞ്ച് പീസ് വെട്ടിയെടുക്കണം. 4 പീസാക്കിയിട്ട് 4 ഇഞ്ചിൽ 4 പീസ് വേണം നമുക്ക്. അപ്പോൾ ഇത്രയാണ് നമുക്ക് സൈഡ് പീസിൽ നിന്ന് കിട്ടിയിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് ഈ ഒരു ഭാഗത്തു നിന്ന് ഈ ഭാഗം എന്നിട്ട് കട്ട് ചെയ്ത് കളയാം കേട്ടോ. ഇനി നമുക്ക് സൈഡ് നമ്മൾ ഇറക്കം വെട്ടി പീസ് ഉണ്ടല്ലോ, ഈ പീസിൻ്റെ നമുക്ക് 4 ഇഞ്ച് വീതി ഉണ്ടോ എന്ന് നോക്കണം. അപ്പോൾ ഇതിനെ നമുക്ക് 4 മടക്കി കൊടുക്കാം. 4 മടക്കിയിട്ട് ഈ വെച്ച ഭാഗം ഉണ്ടല്ലോ അതിൻ്റെ ലെങ്ത്തോട് കറക്റ്റാണോ നോക്കുക. എന്നതിന് ശേഷം നമുക്ക് വീതി 4 ഇഞ്ച് ഉണ്ടോ എന്നും കൂടി നോക്കുക. അപ്പോൾ കറക്റ്റാണ്, 4 ഇഞ്ച് ഉണ്ട്, 4.5 ഇഞ്ച് ഉണ്ട് നമുക്ക്. കാരണം 1/2 ഇഞ്ച് ജോയിൻ ചെയ്യുമ്പോഴും പോവും. ഇനി നമുക്ക് നമ്മുടെ ഈ നൈറ്റിമെന്ന് വെട്ടിയ പീസ് ഉണ്ടല്ലോ, അതിനെ നമുക്കൊന്ന് ലെവൽ ചെയ്ത് കറക്റ്റ് ചെയ്ത് സ്ട്രൈറ്റ് ആയിട്ടൊന്ന് വരച്ച് കൊടുക്കട്ടെ. ആ ഒരു ഷേപ്പ് മാറാനായിട്ട്, എന്നാലും നമുക്ക് ജോയിൻ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ നമുക്കൊന്ന് സ്കെയിൽ വെച്ചൊന്ന് മാർക്ക് ചെയ്തിട്ട് ആ ഭാഗം ഒന്ന് കട്ട് ചെയ്ത് കളയാം കേട്ടോ. ഇനി നമുക്ക് നമ്മൾ ഇറക്കം വെട്ടിയ ആ പീസ് ഉണ്ടല്ലോ, അതിനെ നമുക്ക് സെൻറ്ററൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം 4 ആക്കിയിട്ട്. അപ്പോൾ ഇതിനെ 4 പീസാക്കിയിട്ട് നമുക്ക് ആ നേരത്തെ വെട്ടിയ പീസിനെ 2 സൈഡ് ഈ 2 പീസ് ഉണ്ടല്ലോ, അപ്പോൾ 2 സൈഡിലേക്കും വേണം. അപ്പോൾ ഇതേപോലെ ഇത് 2 പീസ് ഉണ്ട്, 2 കൈക്കാണ്. അപ്പോൾ ഒരു സൈഡിലേക്ക് 2 സൈഡിലേക്ക് ഓരോന്ന്, 2 സൈഡിലേക്ക് ഓരോന്ന്, 2 കൈക്കും കൂടിയിട്ടിട്ട് അങ്ങനെ 4 പീസാണ് നമുക്ക് വേണ്ടത്. 4 ഇഞ്ച് ലെങ്ത്തിൽ വേണം. അപ്പോൾ നമുക്ക് ഇതിനൊന്ന് 4 ആക്കി കൊടുക്കാം കേട്ടോ. ഈ 2 കഷ്ണം ആക്കി കൊടുക്കാം. ഇനി നമുക്ക് ഇതിനൊന്നിന് സെൻറ്ററൊന്ന് ഓപ്പൺ ചെയ്ത് കൊടുത്താൽ 4 പീസായി കിട്ടും കേട്ടോ. അപ്പോൾ വളരെ എളുപ്പമാണ്. നമുക്ക് സ്ലീവ് കട്ട് ചെയ്യാനായിട്ട് അറിയാത്തവരുണ്ടെങ്കിൽ ഇതുപോലെയൊക്കെ ഒന്ന് ചെയ്ത് നോക്കൂ കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ഇനി സ്റ്റിച്ചിങ് പിന്നെ എല്ലാവർക്കും അറിയുന്നതാണല്ലോ, അതുകൊണ്ട് ഞാൻ ഇതിൽ സ്റ്റിച്ചിങ് വീഡിയോ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. സ്റ്റിച്ചിങ് വീഡിയോ നിങ്ങൾക്ക് ആർക്കെങ്കിലും ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണമെങ്കിൽ ഞാൻ ചെയ്യാം കേട്ടോ. അപ്പോൾ സ്ലീവ് എങ്ങനെ ജോയിൻ ചെയ്ത് തയ്ക്കുക എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ ഇനി ഇത്രയും പോകുന്നൊരു പീസാണ് നമുക്ക് നൈറ്റിയിൽ വരുന്നത് കേട്ടോ. നൈറ്റിയുടെ ബാക്കിൽ വരുന്നത് ഇത് നമുക്ക് നെക്ക് തയ്ക്കാനായിട്ടും കഴുത്തടിക്കാൻ നമുക്ക് വേറെ എക്സ്ട്രാ പീസ് ഏതെങ്കിലും കട്ട് പീസിൽ നിന്ന് എടുത്താൽ മതി കേട്ടോ. അത് ഉള്ളിലേക്ക് പോകണതായതുകൊണ്ട് നമുക്ക് കാണില്ല. അപ്പോൾ ഏതെങ്കിലും നമ്മൾ കട്ട് പീസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇതിലേക്ക് മാച്ചായിട്ടുള്ളൊരു പഴയ തുണിയിൽ നിന്നും വെട്ടിയിട്ട് ഉള്ളിലേക്ക് മറിച്ചടിച്ചാൽ മതി കേട്ടോ.